Hi everyone, welcome to Izubi. This video is the third part of the poem Daddy by Sylvia Plath. നിങ്ങൾ ഈ വീഡിയോ ആണ് ആദ്യമായി കാണുന്നതെങ്കിൽ ഡാഡി പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ഈ ചാനലിൽ തന്നെയുണ്ട്. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ പാർട്ട് 1 സിൽവിയ പ്ലാത്തിൻ്റെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് വളരെ ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ഡാഡി ഈസ് എ കൺഫെഷണൽ പോയട്രി, പേഴ്സണൽ എലമെൻറ്റ്സ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സിൽവിയ പ്ലാത്തിൻ്റെ ലൈഫ് വളരെ നന്നായി നമ്മൾ മനസ്സിലാക്കണം. ദെൻ പാർട്ട് 2 ഹാഫ് ഓഫ് ദ പോം ഇസ് എക്സ്പ്ലെയിൻഡ്. അതിൻ്റെ സ്ട്രക്ചർ, ഫോം, അതുപോലെ ഫീച്ചേഴ്സ്, അതുപോലെ ആദ്യത്തെ 8 സ്റ്റാൻസാസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കണ്ടതിന് ശേഷം നിങ്ങൾ ഈ തേർഡ് പാർട്ട് കാണുന്നതായിരിക്കും കൂടുതൽ ഉത്തമം. ഓക്കെ, വിതൗട്ട് ഡിലേ ലെറ്റ് സ്റ്റാർട്ട് ദ ക്ലാസ് വിത്ത് ദ 9th stanza. I have always been scared of you, with your Luftwaffe, your gobbledygoo, and your neat moustache, and your Aryan eye, bright blue. Panzerman, oh you. See, with this stanza, Sylvia Plath is comparing her daddy to Hitler outfit and Hitler's appearance. Last stanza ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു, Hitler was obsessed with the idea of race. ആര്യൻ എന്നുള്ള തൻ്റെ റേസ് അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും പ്യുവറായിട്ടുള്ള റേസ് എന്നാണ് ഹിറ്റ്ലർ വിചാരിച്ചിരുന്നത്. അതാണ് അദ്ദേഹം ബിലീവ് ചെയ്തതും അതിനെയാണ് സ്പ്രെഡ് ചെയ്തതും. ഓക്കെ, ഹി ഹാസ് സ്പ്രെഡ് ദ റേഷ്യൽ പ്യൂരിറ്റി ഓഫ് ആര്യൻ റേസ്. ഹിറ്റ്ലർ ഒബ്സസ്ഡ് ആയിട്ടുണ്ടായിരുന്ന ആ ഒരു ആര്യൻ റേസിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ അപ്പിയറൻസ് എന്താണ് എന്നാണ് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നത്. ഐ ഹാവ് ഓൾവേസ് ബീൻ സ്കെയർഡ് ഓഫ് യു. എനിക്ക് നിങ്ങളെ എപ്പോഴും പേടിയായിരുന്നു. സി, ഇവിടെ ഡാഡി എന്ന ഫിഗറിനെയാണ് പറയുന്നത്. ഷീ ഈസ് കമ്പയറിങ് ഡാഡി ടു ഹിറ്റ്ലർ ഇമേജ് വിത്ത് യുവർ ലുഫ്വാഫെ മീൻസ് എന്താണ്? ജർമ്മൻ വാർഫോഴ്സ് ആണ്. ആൻഡ് യുവർ ഗൂബിൾഡീഗു മീൻസ് ജർമ്മൻ ഭാഷേനെയാണ് സിൽവിയ പ്ലാത്ത് ഇവിടെ ഗൂബിൾഡീഗു എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ജർമ്മൻ ഫോഴ്സിനെയും നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജിനെയും ഞാൻ എന്നും പേടിച്ചിരുന്നു. ഒരു ജ്യൂ എങ്ങനെയാണ് ജർമ്മൻ വാർഫോഴ്സിനെയും ജർമ്മൻ ലാംഗ്വേജിനെയും ഭയപ്പെടുന്നത്, അതുപോലെ ഡാഡി നിങ്ങളെയും എനിക്ക് പേടിയാണ്. എങ്ങനെ? ഡാഡിയുടെ ഹൈ പ്രിൻസിപ്പിൾസ് ലൈക്ക് ഒരു പട്ടാളച്ചിട്ടയൊക്കെയുള്ള ഹിറ്റ്ലറിൻ്റെ പോലത്തെ പട്ടാളച്ചിട്ടയുള്ള നിങ്ങളുടെ ആ ഒരു വാർഫോഴ്സ് ലൈക്ക് സ്വഭാവം, അതുപോലെ നിങ്ങളുടെ ജർമ്മൻ ലാംഗ്വേജ്, എല്ലാത്തിനെയും ഞാൻ ഒരു ജ്യൂവിനെ പോലെ പേടിച്ചിരുന്നു. ആൻഡ് യുവർ നീറ്റ് മസ്റ്റാഷ്. ഇവിടെ മസ്റ്റാഷ് മീൻസ് മീശ. ഹിറ്റ്ലറിൻ്റെ മീശ നിങ്ങൾക്കറിയാലോ, ഖെയ്സ് മസ്റ്റാഷിൽ നിന്നും വ്യത്യസ്തമാണ് ജർമ്മൻ സോൾജേഴ്സിൻ്റെ മീശ. ഖെയ്സ് മസ്റ്റാഷ് മീൻസ് കൊമ്പൻ മീശ അല്ലേ? പക്ഷേ ആ കൊമ്പൻ മീശയിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഹിറ്റ്ലറിൻ്റെ സോൾജേഴ്സിനും ഹിറ്റ്ലറിനും ഒക്കെയുള്ള മീശ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചാർലി ചാപ്ലിൻ്റെ ഒക്കെ പോലെ 11 വരച്ച പോലത്തെ ഒരു ഷോർട്ട് മസ്റ്റാഷാണ്. സോ ഇവിടെ മുതലാണ് ഹിറ്റ്ലറിൻ്റെ അപ്പിയറൻസ്, അല്ലെങ്കിൽ ഹിറ്റ്ലർ പ്യുവർ റേസ് ആണെന്ന് പറയുന്ന ആര്യൻ റേസിൻ്റെ അപ്പിയറൻസിനെ കുറിച്ച് പറയുന്നത്. നീറ്റ് മസ്റ്റാഷ്, ഹിറ്റ്ലറിൻ്റെ വിചാരം അല്ലെങ്കിൽ ഹിറ്റ്ലർ വിചാരിക്കുന്നത് നീറ്റായിട്ടുള്ള മസ്റ്റാഷ് എന്ന് പറയുന്നത് അവരുടെ പോലത്തെ ചെറിയ ഷോർട്ട് മസ്റ്റാഷാണ്, ചാർലി ചാപ്ലിൻ്റെ ഒക്കെ പോലത്തെ. ആൻഡ് യുവർ ആര്യൻ ഐ, ആര്യൻസിൻ്റെ ഐ ആണ് ഏറ്റവും നല്ല ഐ. എങ്ങനത്തെ? ബ്രൈറ്റ് ബ്ലൂ കളർ. സി, കളർ കോഡ് വീണ്ടും വന്നിരിക്കുകയാണ് അല്ലേ? സോ ദ ലൈൻ സേസ് ആര്യൻ ഐ, ബ്ലൂ ഐ ആണ്. സി, നാസി പീപ്പിൾ ഓൾവേസ് ഹാവ് എ പെയിൽ സ്കിൻ ആൻഡ് ദേ ഹാവ് ബ്ലോണ്ട് ഹെയർ ആസ് വെൽ ആസ് ബ്ലൂ ഐസ്. സോ നാസീസ് ബിലീവ് ആര്യൻസ് ഹാവ് ഓൾ ദീസ് ഫീച്ചേഴ്സ്. ഒരുപക്ഷെ സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡിക്കും ഈ കണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവാം. അതുകൊണ്ടാണ് ഹിറ്റ്ലറിനുമായിട്ട് കമ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ലൈൻ, പാൻസർമാൻ ഓ യു. പാൻസർ മീൻസ് ഇറ്റ്സ് എ ജർമ്മൻ വേർഡ്. ഓക്കെ, ടാങ്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ടാങ്ക് മീൻസ് യുദ്ധത്തിന് ഉപയോഗിക്കുന്ന ഒരു വാഹനം ഉണ്ടല്ലോ, ടാങ്ക്, അതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ പാൻസർമാൻ മീൻസ് ടാങ്ക് മാൻ, വിച്ച് മീൻസ് മിലിറ്ററി സോൾജേഴ്സ് ഹു ആർ വർക്കിംഗ് ഇൻ ദ ടാങ്ക്. അങ്ങനെയാണ് പാൻസർമാൻ ഓ യു. ഇറ്റ്സ് അബൌട്ട് യു ഐ എം ടോക്കിംഗ്. യു ആർ ഓൾ ലൈക്ക് ദിസ്. നിങ്ങൾ ഹിറ്റ്ലറിനെ പോലെയാണ്. ഹിറ്റ്ലറിൻ്റെ അപ്പിയറൻസ് ആണ് നിങ്ങൾക്ക്, ഔട്ട്ഫിറ്റ് ആണ് നിങ്ങൾക്ക്. ഹിറ്റ്ലറിൻ്റെ സോൾജേഴ്സിനെ പോലെ, ഹിറ്റ്ലറിൻ്റെ ടാങ്ക് മാനിനെ പോലെ, പാൻസർമാനിനെ പോലെ ഒക്കെയാണ് നിങ്ങൾ എന്നിവിടെ പറയുകയാണ്. ആൻഡ് ഡിഡ് യു നോട്ടീസ് സംതിങ്? ദിസ് സ്റ്റാൻസ ഈസ് മെറ്റഫറിക്കലി കൺസ്ട്രക്റ്റഡ്. ഡാഡി എന്ന് പറയുന്ന കഥാപാത്രത്തെ ഹിറ്റ്ലറുമായിട്ട് അല്ലെങ്കിൽ ആര്യൻ റേസുമായിട്ട് ഡയറക്റ്റ് കമ്പാരിസൺ ആണ്. സോ ദിസ് ഇസ് മെറ്റഫർ. ഓക്കെ, റീഡ് ദ 10th stanza. Not God, but a swastika, so black no sky could squeak through. Every woman adores a fascist. The boot in the face, the brute heart of a brute like you. You just say the second line, so black. Again black color code ഇവിടെ വന്നിരിക്കുകയാണ്. ഇവിടെ ബ്ലാക്ക് എന്തിനെയാ പറയുന്നതെന്നറിയോ? സ്വസ്തികേനെയാണ്. Do you know what is swastika? Swastika means it is a symbol of divinity and spirituality. ഓക്കെ, ഇന്ത്യൻ റിലീജിയസ് കോൺസെപ്റ്റിൽ ഇൻക്ലൂഡിങ് ഹിന്ദുയിസം, ജൈനിസം ആൻഡ് ബുദ്ധിസം,
അതിൽ സ്വസ്തിക എന്നൊരു ചിഹ്നത്തിന് പ്രാധാന്യമുണ്ട്. ഇത് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ മാത്രമല്ല, വെസ്റ്റേൺ കൺട്രീസിലും swastika was a symbol of good luck until 1930. So it is actually Indo-European image. ഇന്ത്യയിലും യൂറോപ്പിലും പ്രചരണത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അറിയപ്പെട്ടിരുന്ന ഒരു സ്വസ്തിക എന്നൊരു ഇമേജ് ഉണ്ടായിരുന്നു. അതൊരു റിലീജിയസ് ആയിട്ടുള്ള സിമ്പിളായിരുന്നു. ആൻഡ് സ്വസ്തിക സിംബലൈസസ് തണ്ടർ ഗോഡ്. ഇത്രയേറെ ചരിത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ മൂല്യമുള്ള സ്വസ്തികയെക്കുറിച്ചല്ല സിൽവിയ പ്ലാത്ത് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്ന സ്വസ്തിക ഈസ് സോ ബ്ലാക്ക്. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ലൈൻ നോക്കൂ. നോട്ട് ഗോഡ് ബട്ട് എ സ്വസ്തിക. മെറ്റഫറിക്കലി സിൽവിയ പ്ലാത്ത് ഇസ് കമ്പയറിംഗ് ഹർ ഡാഡി ടു എ സ്വസ്തിക, ബ്ലാക്ക് സ്വസ്തിക. നിങ്ങളൊരു ഗോഡല്ല, നിങ്ങളൊരു ബ്ലാക്ക് സ്വസ്തികയാണ്. ദാറ്റ് സ്വസ്തിക ഈസ് സോ ബ്ലാക്ക് നോ സ്കൈ കുഡ് സ്ക്വീക്ക് ത്രൂ. ആകാശത്തിനെ തന്നെ മൂടി മറയ്ക്കാൻ കഴിയുന്ന അത്രയും ഇരുണ്ടു മൂടിയ ഒരു സ്വസ്തികയാണ് നിങ്ങൾ എന്ന് പറയുന്നു. സി ദിസ് കുഡ് ബി എ റെഫറൻസ്. അതായത് ജർമ്മൻ വാർ നടക്കുന്ന സമയത്ത് ലുഫ്വാഫെ ഹാസ് ബോംബ്ഡ് മെനി സിറ്റീസ്. ഒരുപാട് ടൗണുകളിലും സിറ്റീസിലും ബോംബിടുന്നു. നാട് മുഴുവൻ ചുട്ട് ചാമ്പലാക്കി, അതിൻ്റെ തീയും ആകാശം മുഴുവനും അതിൻ്റെ പുകയും. ഓക്കെ, ആ ഒരു ഇമേജാണ് ഇവിടെ. Third line, every woman adores a fascist. See, this line is an exaggeration. The poetic device used here is hyperbole. ഓക്കെ, എല്ലാ സ്ത്രീകളും ഫാഷിസ്റ്റുകളെ അഡോർ ചെയ്യുന്നു എന്നാണ് സിൽവിയ പ്ലാത്ത് ഇവിടെ പറയുന്നത്. സി ഹൂ ഈസ് എ ഫാഷിസ്റ്റ്? ഫാഷിസ്റ്റ് മീൻസ് someone who oppress her. ഇവിടെ ഒരു സ്ത്രീയല്ല, ഏതൊരാളെയും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയെയും അടിച്ചമർത്തി അയാൾക്ക് മേൽ ആധിപത്യം സ്ഥാപിച്ച് അയാളുടെ ഐഡൻറ്റിറ്റിയെ വെളിപ്പെടുത്താൻ സമ്മതിക്കാത്ത ഒരാളെയാണ് നമ്മൾ ഫാഷിസ്റ്റ് എന്ന് പറയാം, അല്ലേ? സോ ഇവിടെ എല്ലാ സ്ത്രീകളും ഫാഷിസ്റ്റുകളെ അഡോർ ചെയ്യുന്നു, പ്രശംസിക്കുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ് അർത്ഥമാക്കുന്നത്? ദിസ് ലൈൻ ഇസ് ആക്ച്വലി എ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്. കാരണം നമ്മുടെ സമൂഹം ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആണെന്ന് പറയപ്പെടുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ സ്ത്രീകൾക്ക് ഇക്വാലിറ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഫെമിനിസ്റ്റുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബട്ട് ഈവൻ ദോ women admire or feel protected with men's rule. നമ്മളൊന്നുകൂടെ ഡീപ്പായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു സത്യാവസ്ഥയാണ്, പാട്രിയാർക്കൽ സിസ്റ്റത്തിൻ്റെ ഏജൻസ് ആണ് സത്യത്തിൽ സ്ത്രീകൾ. ഇറ്റ്സ് നോട്ട് മെൻ ഇമ്പോസിങ് റൂൾസ് ഇൻ ടു വിമൻസ് ലൈഫ്. സത്യത്തിൽ ഒരു കുടുംബത്തിലോ സമൂഹത്തിലോ സ്ത്രീകൾ തന്നെയാണ് മറ്റ് സ്ത്രീകളോട് രാവിലെ പെൺകുട്ടികൾ നേരത്തെ എഴുന്നേൽക്കണം, അതുപോലുള്ള പല റൂൾസും ഒരു കുടുംബത്തിൽ സ്ത്രീകൾ തന്നെയാണ് കൈമാറി വരുന്നത്. ഇറ്റ്സ് നോട്ട് മെൻ ഇമ്പോസിങ്. ആൻഡ് വൺ മോർ തിങ്, ഫാഷിസ്റ്റ് എന്ന് സിൽവിയ പ്ലാത്ത് ഇവിടെ പറയുന്നത് സ്വന്തം ഡാഡിയാണ്. സോ മെറ്റഫറിക്കലി ഷീ ഈസ് കമ്പയറിംഗ് ഹർ ഡാഡി ടു എ ഫാഷിസ്റ്റ്. ഇത്ര കമ്പാരിസൺ ആണ് ഇവിടെ വരുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഡാഡിയെ എന്തൊക്കെയായിട്ടാണ് ഹിറ്റ്ലറായിട്ടും നാസിയായിട്ടും അതുപോലെ ഇപ്പോൾ ദാ ഫാഷിസ്റ്റായിട്ടും. ഓക്കെ, the boot in the face, the brute heart of a brute like you. ദ ബൂട്ട് ഇൻ ദ ഫേസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ രംഗം, ആ ഒരു ഇമേജറി അല്ലേ, ഒരു മുഖത്ത് ബൂട്ട് വെച്ച് ചവിട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ, അത് നമുക്കിങ്ങനെ ഇമാജിൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആൻ ഇമേജറി. ഈ ഇമേജറി എന്തിനെയാണ് പറയുന്നത്? നാസി ഓപ്പറേഷൻ്റെ സിമ്പലാണ്. ഹിറ്റ്ലർ യൂസ്ഡ് സ്റ്റാബ് ഓൺ ജ്യൂസ് ഫേസ് ബ്രൂട്ടലി. സോ ബൂട്ട് വെച്ച് ഒരു ഫേസിനെ ചവിട്ടുക എന്നിവിടെ പറയുന്നത് ഇറ്റ്സ് എ ഡിസ്ട്രക്ഷൻ ഓഫ് സെൽഫ് ഐഡൻറ്റിറ്റി. സിൽവിയ പ്ലാത്തിനും തൻ്റെ ഫാദറിൽ നിന്നും അത്തരം ഒരു ബ്രൂട്ടലായിട്ടുള്ള എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. ഫിസിക്കലി ഉണ്ടാവണമെന്നില്ല, മുഖത്ത് ചവിട്ടിയിട്ടുണ്ടാവണമെന്നില്ല, പക്ഷെ മെൻ്റലി ഷീ സഫേർഡ് ദാറ്റ്. ഒരു ജ്യൂവിനെ ഹിറ്റ്ലർ ചെയ്തതുപോലെ തൻ്റെ ഫാദർ തന്നെ ഒപ്രസ് ചെയ്തു, തനിക്ക് തൻ്റെ ഐഡൻറ്റിറ്റിയെ പോലും ഇല്ലാതാക്കി കളഞ്ഞു എന്നുള്ള ഒരു ബ്രൂട്ടലായിട്ടുള്ള സത്യാവസ്ഥയാണ് സിൽവിയ പ്ലാത്ത് ഇവിടെ തുറന്നു പറയുന്നത്. ആൻഡ് ദ ഇമേജ് ഓഫ് ഫൂട്ട് ആൻഡ് ബൂട്ട് അഗെയിൻ കംസ്, അല്ലേ? കാലുകൊണ്ട് ആ ബൂട്ടിട്ട് ചവിട്ടുന്നത് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിലുള്ള അതേ ഇമേജറിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റാൻസ, യു സ്റ്റാൻഡ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് ഡാഡി ഇൻ ദ പിക്ചർ ഐ ഹാവ് ഓഫ് യു, എ ക്ലഫ്റ്റ് ഇൻ യുവർ ചിൻ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫുട്ട്, ബട്ട് നോ ലെസ് എ ഡെവിൾ ഫോർ ദാറ്റ്, നോ നോട്ട് എനി ലെസ് ദ ബ്ലാക്ക് മാൻ ഹൂ. See, the black color is a recurrent image here. എത്രാമത്തെ തവണയാണ് ബ്ലാക്ക് എന്ന് ഈ കവിതയിൽ പറയുന്നത്? ഞാൻ നിങ്ങളോട് എണ്ണിക്കോളാൻ പറഞ്ഞിരുന്നു അല്ലേ? ലുക്ക് അറ്റ് ദ ഫസ്റ്റ് ലൈൻ, യു സ്റ്റാൻഡ് അറ്റ് ദ ബ്ലാക്ക് ബോർഡ് ഡാഡി. ബ്ലാക്ക് ബോർഡിൻ്റെ അടുത്ത് ആരാണ് എപ്പോഴും നിൽക്കാറ്? ഓഫ് കോഴ്സ് ഇറ്റ്സ് എ ടീച്ചർ. നമുക്കറിയാം സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി വാസ് എ ടീച്ചർ. ഹി വാസ് എ പ്രൊഫസർ. ജർമ്മൻ അതുപോലെ ബയോളജിയൊക്കെ പഠിപ്പിക്കുന്ന ഒരു പ്രൊഫസർ ആയിരുന്നു എന്ന് ഞാൻ പാർട്ട് 1 പറഞ്ഞിരുന്നു. സി ദിസ് ഈസ് അൻ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്. ഇൻ ദ പിക്ചർ ഐ ഹാവ് ഓഫ് യു, എൻ്റെ മനസ്സിലുള്ള നിങ്ങളെക്കുറിച്ചുള്ള പിക്ചറിൽ യു സ്റ്റാൻഡ് ബൈ എ ബ്ലാക്ക് ബോർഡ്. നിങ്ങൾ ബ്ലാക്ക് ബോർഡിനടുത്ത് നിൽക്കുന്ന ഒരു ടീച്ചറായിട്ടുള്ള ഒരു രൂപം എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എന്തൊക്കെയായിട്ടും ഫാഷിസ്റ്റായിട്ടും ഹിറ്റ്ലറായിട്ടും നാസിയായിട്ടും ടീച്ചറായിട്ടും ഒക്കെ ഇങ്ങനെ മെറ്റഫറിക്കൽ കമ്പാരിസൺ വന്നുകൊണ്ടിരിക്കുകയാണ്. എ ക്ലഫ്റ്റ് ഇൻ യുവർ ചിൻ ഇൻസ്റ്റെഡ് ഓഫ് യുവർ ഫുട്ട്. ക്ലഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡെവിളിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഡെവിളിഷ് ആയിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ക്ലഫ്റ്റ്.
നിങ്ങൾ ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണാൻ പറ്റും ഈ വിച്ചുകളുടെയും അതുപോലെ ഡെവിൾസിൻ്റെയൊക്കെ ഓരോ പ്രത്യേകതകളുണ്ടാവും. വിച്ചിനൊക്കെ ആണെങ്കിൽ ഒരു ബ്രൂം സ്റ്റിക്ക് ഉണ്ടാവും, അതുപോലെ നീളമുള്ള താടി, നീളമുള്ള മൂക്ക്, അതുപോലെ ഡെവിൾസിന് ഇതുപോലെയുള്ള കാലിലൊരു ക്ലെഫ്റ്റ് ഉണ്ടാവും. ഇവിടെ ഈ ക്ലെഫ്റ്റ് ഡെവിളിനുള്ള ക്ലെഫ്റ്റ്, അതായത് ഡെവിളിന് കാലിലുള്ള ക്ലെഫ്റ്റ് താങ്കൾക്ക് ചിന്നിലാണുള്ളത്, താടിക്കാണ് ക്ലെഫ്റ്റ് ഉള്ളത്. ഈ ക്ലെഫ്റ്റ് ഉള്ള താടി എന്ന് പറയുമ്പോൾ, താടിയിൽ ക്ലെഫ്റ്റ് ഉള്ളതെന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് സിനിമാ നടൻ ഇന്ദ്രജിത്തിനെ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ താടിയിലൊരു കുഴിയുണ്ട്. താടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അതാണ് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. സോ സാധാരണ ഡെവിളിഷ് ഇമേജിൽ കാലിൻ്റെ ഫൂട്ടിലാണ് ഡെവിൾസിന് ക്ലെഫ്റ്റ് ഉണ്ടാവുക, പക്ഷെ നിങ്ങൾക്ക് ആ ഒരു ഡെവിളിഷ് ക്വാളിറ്റി നിങ്ങളുടെ താടിയിലുണ്ട്. സോ യു ആർ എ ഡെവിൾ, അഗെയിൻ കമ്പയറിങ് ഡാഡി ടു എ ഡെവിൾ. മറ്റൊന്നുകൂടിയുണ്ട്, ഹിറ്റ്ലർ പറയുന്ന പ്യുവർ റേസ് ആയിട്ടുള്ള ആര്യൻസിൻ്റെ ചില ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ബ്ലോണ്ട് ഹെയർ ആണ്, ബ്ലൂ ഐസ് ആണ്, പെയിൽ ആയിട്ടുള്ള സ്കിന്നാണ്. അതുപോലെ മറ്റൊരു ആര്യൻ പ്രത്യേകതയാണ് ക്ലെഫ്റ്റ് ചിൻ. അവരുടെ താടിക്കൊരു ക്ലെഫ്റ്റ് ഉണ്ടാവും ഈ പറഞ്ഞതുപോലെ. അപ്പോൾ തൻ്റെ ഡാഡിക്കും ആ ഒരു ക്ലെഫ്റ്റ് ചിഹ്നുണ്ട്. സോ എഗെയിൻ ഒരു നാസി കമ്പാരിസൺ ആണ്. തൻ്റെ ഡാഡിയും ഒരു പ്യുവർ ആര്യൻ തന്നെയാണ്, ഹിറ്റ്ലറിനെ പോലെ. ആൻഡ് ഷീ സേസ്, ബട്ട് നോ ലെസ് എ ഡെവിൾ ഫോർ ദാറ്റ്, നോ നോട്ട് എനി ലെസ് ദ ബ്ലാക്ക് മാൻ ഹൂ. യു ആർ എ ബ്ലാക്ക് മാൻ. കറുത്ത ഹൃദയമുള്ള, ഇരുണ്ട മനസ്സുള്ള ഒരാളാണ് താങ്കൾ. അവിടെ ഫിസിക്കൽ അപ്പിയറൻസിനെ അല്ല, കറുത്ത മനുഷ്യൻ മീൻസ് കറുത്ത നിറമുള്ള ആളെന്നല്ല, മനസ്സ് കറുപ്പാണ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് യുവർ നോ ലെസ് ദാൻ എ ഡെവിൾ, താങ്കൾ ഡെവിളിനേക്കാളും വേഴ്സ് ആണ്. ഓക്കെ, ഡാഡീനെ പറയുകയാണ്, ഡാഡി ഈസ് എ വേഴ്സ് കൈൻഡ് ഓഫ് ഡെവിൾ എന്ന് പറയുകയാണ്. എനി ലെസ് ദാൻ ബ്ലാക്ക് മാൻ ഹൂ മീൻസ് താങ്കളൊരു ബ്ലാക്ക് ഹൃദയമുള്ള മനുഷ്യനാണ്. അയാൾക്ക് അവിടെ എന്തോ ഒരു കാര്യം പറഞ്ഞ് മുഴുവിച്ചിട്ടില്ല, അത് അടുത്ത സ്റ്റാൻസയിലേക്ക് അതിൻ്റെ ബാക്കി വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് അഗെയിൻ എ എൻചാംപ്മെൻറ്റ്. ഓക്കെ, വൺ മോർ തിങ്, ഈ സ്റ്റാൻസയിലെ അവസാനം പറയുന്ന ബ്ലാക്ക് മാൻ ഈസ് ആക്ച്വലി ടെഡ് ഹ്യൂഗ്സ്. സിൽവിയ പ്ലാത്തിൻ്റെ ഹസ്ബൻഡായ ടെഡ് ഹ്യൂഗ്സിനെയും കൂടിയാണ് ബ്ലാക്ക് മാൻ എന്ന് പറയുന്നത്. അതായത് കറുത്ത ഇരുണ്ട ഹൃദയമുള്ള തൻ്റെ ഡാഡിയെ പോലെ തന്നെ ഒരു ഡെവിളിഷ് ക്യാരക്ടറായ ആളാണ് എൻ്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ്. അതായത് ഇവിടെ ഹസ്ബൻഡിനെ കുറിച്ചുള്ള റെഫറൻസ് പറഞ്ഞു തുടങ്ങുകയാണ് സ്റ്റാൻസയിൽ. ഇതിൻ്റെ ബാക്കി നമ്മൾ നെക്സ്റ്റ് സ്റ്റാൻസയിലാണ് പറയുന്നത്. സോ എനി ലെസ് ദാൻ ദ ബ്ലാക്ക് മാൻ, അതായത് തൻ്റെ അച്ഛനെ നിന്നും ഒരിത്തിരി പോലും ഡെവിളിഷ്നെസ് കുറയാത്ത ആളാണ് തൻ്റെ ഹസ്ബൻഡായ ടെഡ് ഹ്യൂഗ്സ്. ഇനി ഈ ബ്ലാക്ക് മാൻ എന്താണ് സിൽവിയ പ്ലാത്തിനോട് ചെയ്തത് എന്ന് അടുത്ത സ്റ്റാൻസയിലാണ് പറയുന്നത്. സോ ദിസ് ഈസ് ദ കണ്ടിന്യൂവേഷൻ. ഓക്കെ, ഈ സ്റ്റാൻസയുടെ ലാസ്റ്റ് വരി അടുത്ത സ്റ്റാൻസയിലേക്ക് കണക്റ്റഡ് ആണ്. സ്റ്റാൻസ 12 ലാസ്റ്റ് വരിയിൽ നിന്ന് തന്നെ നമുക്ക് അടുത്തയിലേക്ക് തുടങ്ങാം. Any less the black man who beat my red heart in two. I was 10 when they buried you. At 20 I tried to die and get back to you. I thought even the bones would do. See my dears, again the color code. Red heart അല്ലേ, കളർ ഇവിടെ വന്നിരിക്കുകയാണ്, റെഡ് ഹാർട്ട്. ലാസ്റ്റ് സ്റ്റാൻസയിലെ ലാസ്റ്റ് വരിയിൽ ബ്ലാക്ക് മാനെ പറയുന്നുണ്ടല്ലേ. സോ ദ ബ്ലാക്ക് മാൻ വാസ് ടെഡ് ഹ്യൂഗ്സ് ആൻഡ് ഹു ബിറ്റ് മൈ പ്രിറ്റി ഹാർട്ട് ഇൻ ടു. എൻ്റെ ഹൃദയത്തെ രണ്ടാക്കി പിളർത്തിയ മനുഷ്യനാണ് ആ ബ്ലാക്ക് മാൻ, ടെഡ് ഹ്യൂഗ്സ്. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? വി നോ ടെഡ് വാസ് എ ഫാഷനബിൾ മാൻ. ഓക്കെ, ടെഡ് ഹ്യൂഗ്സ് വളരെ ഫാഷനബിൾ ആയിരുന്നു. ഹി ഓൾവേസ് വോർ എ ബ്ലാക്ക് ജാക്കറ്റ്. അതുകൊണ്ടാണ് ആ ബ്ലാക്ക് മാൻ എന്ന് അദ്ദേഹത്തെ പറയാൻ കാരണം. ഓൾസോ പാർട്ട് 1 ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹി ഹാഡ് ആൻ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ്. ഓക്കെ, ഒരു അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഹസ്ബൻഡായിരുന്നു ടെഡ് ഹ്യൂഗ്സ് സിൽവിയ പ്ലാത്തിനോട്. അയാൾക്ക് ആസിയ വീബിൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ടായിരുന്നു. അപ്പോൾ തൻ്റെ ഫാദറിന് അത്ര തന്നെ ഡെവിളിഷ് സ്വഭാവമുള്ള ഒരു ബ്ലാക്ക് മാൻ ആണ് തൻ്റെ ഹസ്ബൻഡ് എന്നാണ് ഇവിടെ പറയുന്നത്. ഐ വാസ് 10 വെൻ ദേ ബറീഡ് യു. എനിക്ക് 10 വയസ്സായിരുന്നു താങ്കളെ ബറി ചെയ്യുന്ന സമയത്ത്. ഇവിടെ ബറി ചെയ്തത് ആരെയാണ്? ഡാഡിയെയാണ്. ആൻഡ് എനിക്ക് 10 വയസ്സേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഒരു കാര്യം മനസ്സിലാക്കാം. സിൽവിയ പ്ലാത്തിൻ്റെ ഡാഡി മരിക്കുന്ന സമയത്ത് അവർക്ക് 8 വയസ്സായിരുന്നു. ഇവിടെ 10 വയസ്സാണെന്നാണ് പറയുന്നത്. സോ ഷീ ഹാസ് ക്രിയേറ്റഡ് എ ക്യാരക്ടർ ഓർ നറേറ്റർ. ഓക്കെ, ഒരു ചൈൽഡ് ക്യാരക്ടർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് സിൽവിയ പ്ലാത്ത് തന്നെയല്ല, സെൽഫല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം 10 വയസ്സുള്ളൊരു കുട്ടിയാണ് ഇവിടെ റെഫർ ചെയ്തിരിക്കുന്നത്. അറ്റ് 20 ഐ ട്രൈ ടു ഡൈ. 20 വയസ്സുള്ളപ്പോൾ ഞാൻ മരിക്കാൻ ശ്രമിച്ചു. ഇതൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റാണ്. പാർട്ട് 1 കാണണം എന്ന് ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്. ആൻഡ് ഗെറ്റ് ബാക്ക് ടു യു. ഡാഡിയുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ 20ാമത്തെ വയസ്സിൽ മരിക്കാൻ ശ്രമിച്ചു. ഗെറ്റ് ബാക്ക് ടു യു. ഓക്കെ, മീൻസ് നോ നീഡ് ടു ലിവ് ആൻഡ് ഐ നീഡ് ടു ഗോ ബാക്ക് എന്ന് പറയുകയാണ്. എനിക്ക് ജീവിക്കണ്ട, എനിക്ക് അച്ഛൻ്റെ അടുത്തേക്ക് പോയാൽ മതി. ഞാൻ ആഗ്രഹിച്ചൊരു ജീവിതം എനിക്ക് കിട്ടിയില്ല. സോ ഐ വാണ്ട് ടു ഗെറ്റ് ദ ലവ് ഫ്രം മൈ ഡാഡി. എനിക്ക് മരിച്ചിട്ടെങ്കിലും എൻ്റെ ഡാഡിയുടെ അടുത്ത് പോയിട്ട്. അപ്പോൾ ഇങ്ങനെ പറയുകയാണ്, ഐ തോട്ട് ഈവൻ ദ ബോൺസ് വുഡ് ഡു. എൻ്റെ എല്ലുകൾ
അച്ഛൻ്റെ കൂടെ എല്ലുകളോട് ചേർന്നിട്ടെങ്കിലും എൻ്റെ എല്ലുകൾക്കെങ്കിലും മണ്ണിനടിയിൽ വെച്ചെങ്കിലും അച്ഛൻ്റെ ആ ഒരു സ്നേഹം കിട്ടുമെങ്കിലോ എന്ന് കരുതിയിട്ടാണ് അവൾ മരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പറയാണ്. സ്റ്റാൻസ, ബട്ട് ദേ പുൾഡ് മീ ഔട്ട് ഓഫ് ദ സാക്ക് and they stuck me together with glue. And then I knew what to do. I made a model of you, a man in black with a main calf look. Look at the first line. But they pulled me out of the sack. അവർ എന്നെ വലിച്ച് പുറത്തേക്കിട്ടു. അതായത് പല തവണ ഞാൻ മരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് ഒക്കെ പലതവണ നടത്തിയത് ഞാൻ പാർട്ട് 1 പറഞ്ഞിരുന്നു. അപ്പോൾ ആ തവണയൊക്കെ അവരെന്ത് ചെയ്യാണ്, എന്നെ രക്ഷപ്പെടുത്തി. ആൻഡ് ദേ സ്റ്റക്ക് മീ ടുഗെദർ വിത്ത് ഗ്ലൂ. എന്നിട്ട് തന്നെയാണ് എൻ്റെ ലൈഫിനെ അവരെന്നെ വീണ്ടും, അതായത് ഞാൻ പൊട്ടിച്ചെറിഞ്ഞു പോയതിനെ തിരിച്ച് വീണ്ടും കൊണ്ടുവന്ന് ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എൻ്റെ ലൈഫിൽ നിന്നും എനിക്ക് അനുഭവപ്പെട്ട പല കാര്യങ്ങളിൽ നിന്നും പൊട്ടിച്ചെറിഞ്ഞാണ് ഞാൻ മരിക്കാൻ ശ്രമിച്ചത്. ബട്ട് അവിടെ നിന്നും വീണ്ടും എന്നെ കൊണ്ടുവന്ന് ഗ്ലൂ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. ഏച്ചു കൂട്ടിയാൽ മുഴച്ചിരിക്കും എന്ന് പറഞ്ഞതുപോലെ അത് വീണ്ടും വന്ന് ഒട്ടിപ്പിടിക്കുമ്പോൾ ഒരു ചേർച്ചയില്ലാത്ത രീതിയിലാണ് ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇതൊക്കെ ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻ്റ് ആണ്. ആൻഡ് ദെൻ ഐ ന്യൂ വാട്ട് ടു ഡു. പിന്നെ എനിക്ക് തോന്നി എന്താണ് എനിക്ക് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലായി. ഐ മെയ്ഡ് എ മോഡൽ ഓഫ് യു. അച്ഛനില്ലാതെ, അച്ഛൻ നഷ്ടപ്പെട്ടു പോയി, ബട്ട് അച്ഛനെപ്പോലെ ഒരു മോഡൽ ഞാൻ വീണ്ടും കണ്ടെത്തി. എ മാൻ ഇൻ ബ്ലാക്ക്. ആരാണ് അവിടെ ബ്ലാക്ക്? വീണ്ടും കളർ കോഡ് വന്നു അല്ലേ? ഞാൻ പറഞ്ഞു എണ്ണിക്കോളൂ, എത്രാമത്തെ തവണയാണ് ഈ ബ്ലാക്ക് വന്നതെന്ന് നിങ്ങൾ എണ്ണി മനസ്സിലാക്കിക്കോളുക. എ മാൻ ഇൻ ബ്ലാക്ക്, അതായത് ടെഡ് ഹ്യൂക്സിനെയാണ്. ഓൾവേസ് ബ്ലാക്ക് ജാക്കറ്റ് ധരിച്ച് ഫാഷനബിളായിട്ട് നടക്കുന്ന ടെഡ് ഹ്യൂക്സിനെയാണ്. എ മാൻ ഇൻ ബ്ലാക്ക് വിത്ത് എ മെയിൻ കാഫ് ലുക്ക്. വാട്ട് ഈസ് മെയിൻ കാഫ്? മെയിൻ കാഫ് മീൻസ് ഹിറ്റ്ലറിൻ്റെ ഓട്ടോബയോഗ്രഫി ആണ് മെയിൻ കാഫ്. സോ എഗെയിൻ ഇവിടെ ഒരു കമ്പാരിസൺ വന്നിരിക്കുകയാണ്. സിൽവിയ പ്ലാത്ത് ഇസ് കമ്പയറിങ് ഹർ ഹസ്ബൻഡ് ടെഡ് ഹ്യൂക്സ് ഓൾസോ ടു ഹിറ്റ്ലർ. ഹിറ്റ്ലറിൻ്റെ അതേ സ്വഭാവമുള്ള ഒരു ഹസ്ബൻഡിനെ തന്നെ എനിക്ക് വീണ്ടും ലൈഫിൽ കിട്ടുകയാണ്. സോ ഡാഡീനെ നഷ്ടപ്പെട്ടു. ഡാഡി ഒരു ഹിറ്റ്ലറിക് സ്വഭാവമുള്ള ആളായിരുന്നു. ഡാഡി നഷ്ടപ്പെട്ടെങ്കിലും തൻ്റെ ഹസ്ബൻഡിനെ എങ്ങാനും എത്തിയത് അതും എന്തായി മാറിയിരിക്കുകയാണ്, അതും ഒരു ഹിറ്റ്ലറിക് സ്വഭാവമുള്ള ആളാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് തൻ്റെ ഫാദറിനെ പോലെ തന്നെ അതേ ടൈപ്പ് ഓഫ് സ്വഭാവമുള്ള ഒരു ഹസ്ബൻഡിനെയാണ് തനിക്ക് കിട്ടിയത്. ഇറ്റ് വാസ് ലൈക്ക് അനദർ ഫാദർ ഫിഗർ. ഹസ്ബൻഡ് എന്ന് പറയുന്നത് ഒരു ഫാദർ ഫിഗർ തന്നെയായിരുന്നു. ഹി വാസ് എൻ അബ്യൂസീവ് ഹസ്ബൻഡ്. അതാണ് ആ ബ്ലാക്ക് മാൻ എന്ന് പറയുന്നത് തന്നെയാണ്. ഹി വാസ് എൻ അബ്യൂസീവ് ഹസ്ബൻഡ്. 14th stanza. And a love of the rag and screw. And I said, I do, I do. So daddy, I'm finally through. The black telephone's off at the root. The voices just can't warm through. And a love of the rack and screw. ഇവിടെ റാക്ക് സ്ക്രൂ, ഓരോ റാക്കുകളും നമ്മൾ അലമാരയിൽ സ്ക്രൂ വെച്ചിട്ടാണ് അല്ലേ കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബന്ധിപ്പിക്കുന്നത്. ഇവിടെ റാക്ക് ആൻഡ് സ്ക്രൂ എന്ന് പറയുന്നത് മാരേജിനെയാണ്, വിവാഹമാണ്. ഓക്കെ. ആൻഡ് എ ലവ് ഓഫ് റാക്ക് ആൻഡ് സ്ക്രൂ മീൻസ് ഇവിടെ ടെഡ് ഹ്യൂക്സും സിൽവിയ പ്ലാത്തും തമ്മിലുള്ള വിവാഹത്തെയാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ഐ സെഡ് ഐ ഡു, ഐ ഡു. ഇവിടെ ഐ ഡു എന്ന് പറയുന്നത് നമുക്കറിയാം, ഇംഗ്ലീഷ് മൂവീസിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവർ കല്യാണത്തിൻ്റെ അന്ന് വുഡ് യു ലൈക്ക് ടു മാരി ദിസ് പേഴ്സൺ എന്ന് ചോദിക്കുമ്പോൾ യെസ് ഐ ഡു എന്നാണ് പറയുക. ആ ഐ ഡു എന്ന് പറയുന്നത് വിവാഹത്തിലേക്കുള്ള സമ്മതമാണ്. ഞാൻ സമ്മതിച്ചു, ഞാൻ അയാളെ വിവാഹം ചെയ്തു. ആരെ? ടെഡ് ഹ്യൂക്സിനെ. ആൻഡ് ഒരു റാക്ക് ആൻഡ് സ്ക്രൂ എന്ന ഞങ്ങളുടെ ആ ഒരു മാരേജിലെ ബന്ധം എങ്ങനെയാണ്? ഡാഡി മരണപ്പെട്ടതിന് ശേഷം എനിക്ക് പുതിയൊരാളെ കിട്ടി, ആ ആളിനെ ഞാൻ വിവാഹം ചെയ്തു. സോ ഡാഡി, ഐ എം ഫൈനലി ത്രൂ. യെസ്, ഫൈനലി ഐ ഗോട്ട് എ മാൻ. എനിക്ക് സ്നേഹിക്കാൻ ഒരാളെ കിട്ടിയിരിക്കുകയാണ്. ഡാഡി ഇല്ലാത്ത എനിക്ക്, ഞാൻ ആഗ്രഹിച്ചിരുന്ന ഡാഡിയിൽ നിന്ന് കിട്ടേണ്ടിയിരുന്ന സ്നേഹത്തെ കിട്ടാനായിട്ട് എനിക്ക് പുതിയൊരാളെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഞാൻ അയാളെ വിവാഹം ചെയ്തിരിക്കുന്നു. ദ ബ്ലാക്ക് ടെലഫോൺ ഇസ് ഓഫ് അറ്റ് ദ റൂട്ട്. നൗ ദ ബ്ലാക്ക് ടെലഫോൺ ഇസ് ഓഫ്. സീ അഗെയിൻ ദ ബ്ലാക്ക് കളർ ഈസ് റെക്കറൻറ്റ് ഇമേജ് ഹിയർ. ഇവിടെ ടെലഫോണിനെയാണ് ബ്ലാക്ക് എന്ന് പറയുന്നത്. സീ ദ ബ്ലാക്ക് ടെലഫോൺ ഇസ് ഓഫ് അറ്റ് ദ റൂട്ട്. ഇവിടെ അച്ഛനും മകളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ കട്ടായി എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ടെലഫോൺ ഈസ് ഓഫ് അറ്റ് ദ റൂട്ട്. ദ വോയിസസ് ജസ്റ്റ് കാൺറ്റ് വോം ത്രൂ. ഇനി ആ ഒരു വോയിസ്, അതായത് നമ്മൾ തമ്മിലുള്ള വോയിസ് ഇനി ഉണ്ടാവില്ല. എനിക്ക് പുതിയൊരാളെ സ്നേഹിക്കാൻ കിട്ടിയിരിക്കുന്നു. നെക്സ്റ്റ് stanza. If I have killed one man, I have killed two. The vampire who said he was you and drank my blood for a year, 7 years. If you want to know, Daddy, you can lie back now. Look at the first two lines. If I have killed one man, I have killed two. The vampire who said he was you. ഞാൻ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അത് രണ്ടാളെ കൊന്നതുപോലെയാണ് എന്നിവിടെ പറയുകയാണ്. ആദ്യം കൊല്ലുന്നത് ആരെയാണ്? മുമ്പത്തെ പാർട്ട് 1 നിങ്ങൾ കേട്ടതാണ്, ഡാഡിയെ കൊല്ലണമെന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഇവിടെ ഡാഡി എന്ന ഒരാളെ കൊന്നു കഴിഞ്ഞാലും അത് മറ്റാളെ കൊല്ലുന്ന പോലെ, അതായത് ഹസ്ബൻഡിനെയും രണ്ടാമത്തെ ആളെ കൊന്നതുപോലെ തന്നെയാണ്. കാരണം ദേ ബോത്ത് ആർ
സിമിലർ, രണ്ടുപേരും ഒരുപോലെയാണ്. ദ വാമ്പയർ ഹു സെഡ് ഹി വാസ് യു, ആ വാമ്പയർ എന്നോട് പറഞ്ഞു ഹി വാസ് യു, നിങ്ങൾ തന്നെയാണ് ഡാഡി, നിങ്ങളെപ്പോലെ തന്നെ, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയാണ് ഞാൻ എന്ന് എന്നോട് ആ വാമ്പയർ എന്നോട് പറഞ്ഞു. ഇവിടെ വാമ്പയർ എന്ന് പറയുന്നത് ടെഡ് ഹ്യൂക്സിനെയാണ് കേട്ടോ, ഹസ്ബൻഡിനെയാണ് പറയുന്നത്. സോ അവിടെയൊക്കെ മെറ്റഫറാണ് വരുന്നത്, ഡയറക്റ്റ് കമ്പാരിസൺ ആണ് വാമ്പയർ ടു ഹസ്ബൻഡ്. രണ്ടുപേർക്കും ഒരേ സ്വഭാവമാണ്, ഒരേ വാമ്പയറിക് സ്വഭാവം. ഇവിടെ വാമ്പയർ എന്ന് പറയുന്നത് ഒരു ഫോക്ലോർ ക്യാരക്ടറാണ് അല്ലേ, രാക്ഷസ രൂപം. അപ്പോൾ രണ്ടുപേരെയും ഹിറ്റ്ലറായിട്ടും രാക്ഷസനായിട്ടും ഒക്കെയാണ് സിൽവിയ പ്ലാത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. Third line, and drank my blood for a year, 7 years, if you want to know. നിങ്ങൾക്കറിയണോ? if you want to know ഞാൻ പറയാം. നിങ്ങൾക്ക് പകരമായി എൻ്റെ ലൈഫിലേക്ക് വന്ന ഹസ്ബൻഡ് എന്ന് പറയുന്ന ആ മനുഷ്യൻ, ആ വാമ്പയർ, ഹീ ഡ്രാങ്ക് മൈ ബ്ലഡ് ഫോർ എ ഇയർ, 7 years. അദ്ദേഹം എൻ്റെ ചോര വലിച്ചൂറ്റി കുടിക്കുന്ന ഒരു വാമ്പയർ ആയിരുന്നു, ഒരു രാക്ഷസനായിരുന്നു. 7 years, 7 വർഷത്തോളം അദ്ദേഹം എൻ്റെ ചോര വലിച്ചൂറ്റി കുടിച്ചു. ഇവിടെ 7 years എന്ന് പറയുന്നത് ഒരു ഓട്ടോ ബയോഗ്രഫിക്കൽ എലമെൻ്റ് ആണ്. 7 വർഷമാണ് ടെഡ് ഹ്യൂക്സും സിൽവിയ പ്ലാത്തും കല്യാണം കഴിഞ്ഞിട്ട് ഒരുമിച്ച് ജീവിച്ചത്. അതിനുശേഷം അവർ സെപ്പറേറ്റ് ചെയ്ത് 5-6 മാസങ്ങൾക്കുള്ളിൽ സിൽവിയ പ്ലാത്ത് സൂയിസൈഡ് ചെയ്യാണ്. ഞാൻ അതൊക്കെ പാർട്ട് 1-ലും 2-ലും ഒക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പേഴ്സണൽ എലമെൻ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. രണ്ടുപേരുടെയും മാരിറ്റൽ ലൈഫ് എങ്ങനെയായിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. 7 വർഷത്തോളം തൻ്റെ ചോര വലിച്ചൂറ്റി കുടിച്ച ഒരു വാമ്പയർ കണക്കായിരുന്നു, ഒരു ഹിറ്റ്ലർ കണക്ക്, ഒരു മെയിൻ കാഫ് ലുക്കുള്ള ബ്ലാക്ക് മാൻ ആയിരുന്നു തൻ്റെ ഹസ്ബൻഡ് എന്ന് പറയുന്നു. ആൻഡ് തൻ്റെ റെഡ് ഹാർട്ടിനെ സ്പ്ലിറ്റ് ചെയ്ത് മാറ്റിയ, ഹൃദയം മുറിച്ച് മാറ്റിയ, ഹൃദയത്തെ പിളർത്തിയ പല കാര്യങ്ങളും ചെയ്തു. അതിലൊന്നാണ് ആസിയ വീവിൽ എന്ന് പറയുന്ന സ്ത്രീയുമായിട്ടുള്ള ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ. ഓക്കെ, ഡാഡി യു ക്യാൻ ലൈ ബാക്ക് നൗ. ഡാഡി നിങ്ങൾ തിരിച്ചു വന്ന പോലെ തന്നെയാണ് ടെഡ് ഹ്യൂക്സ് എൻ്റെ ലൈഫിലേക്ക് വന്നത്. ഓക്കെ, ഹി ഹാസ് കൺസ്യൂംഡ് മൈ ബ്ലഡ് ഫോർ 7 years. സോ ഷീ കട്ട് ദ റിലേഷൻഷിപ്പ് with the husband and also with her daddy, and she became the old Plath who waits for the assassination of the daddy. Last stanza, there is a stake in your fat black heart and the villagers never liked you. They are dancing and stamping on you. They always knew it was you. Daddy, daddy, you bastard, I'm through. ലാസ്റ്റ് സ്റ്റാൻസയിൽ നമുക്കൊരു ബ്ലാക്ക് കളർ കാണാം അല്ലേ, ബ്ലാക്ക് ഹാർട്ട്. ഈ ഹാർട്ട് ആരുടെയാണ്? വാമ്പയറിൻ്റെ ഹാർട്ടാണ്. വാമ്പയർ മേ ബി ടെഡ് ഹ്യൂക്സ് ഓർ ഡാഡി. നമ്മൾ ഡാഡി എന്ന കവിതയിൽ അഡ്രസ്സ് ചെയ്യുന്ന പേഴ്സൺ ഡാഡിയാണ്. സോ ഡാഡീനെ തന്നെ നമുക്ക് എടുക്കാം. ഡാഡീസ് ഹാർട്ട് ഇസ് ഫാറ്റ് ബ്ലാക്ക് ഹാർട്ടാണ്. ഫാറ്റ് മീൻസ് അൺഹെൽത്തി ആണ് അല്ലേ. ആൻഡ് ഇറ്റ് ഹാസ് സ്റ്റേക്ക് ഇൻ യുവർ ഹാർട്ട് എന്നാണ് പറയുന്നത്. ഈ സ്റ്റേക്കിൻ്റെ പിക്ചർ ഞാനിവിടെ കാണിക്കാം. സ്റ്റേക്ക് മീൻസ് അതായത് നമ്മുടെ നാട്ടിലുള്ള കഥകളിലെ കള്ളിയങ്കാട്ട് നീലി അല്ലേ, കള്ളിയങ്കാട്ട് നീലിനെ തളയ്ക്കുന്നത് എങ്ങനെയാണ്? നെറുകിലൊരു ആണി അടിച്ച് താഴ്ത്തിയിട്ടാണ്. അതുപോലെ യൂറോപ്യൻ ക്ലാസിക്കൽ ഫോക്ലോറിൽ വാമ്പയറിനെ തളയ്ക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഓർ ടു പ്രിവെൻറ്റ് കോപ്സ് ഫ്രം റൈസിങ് ആസ് എ വാമ്പയർ, മരണശേഷം ഒരു രാക്ഷസനായിട്ട് ഉയർത്തെഴുന്നേക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേക്ക്, ഒരു വുഡൻ സ്റ്റേക്ക് ഇവരുടെ ഹാർട്ടിൽ അടിച്ച് താഴ്ത്തും. അപ്പം നമ്മളെ കള്ളിയങ്കാട്ട് നീലിയുടെ ആണി തലയിൽ താഴ്ത്തുന്നത് പോലെ. അപ്പോൾ ആ ഒരു കഥയാണ്, ഫോക്ലോർ ഇമേജാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹാർട്ടിൽ ഒരു സ്റ്റേക്ക് ഉണ്ട്, അതായത് നിങ്ങളെ ആരാണിത് ചെയ്തിരിക്കുന്നത്? ആൻഡ് ദ വില്ലേജേഴ്സ് നെവർ ലൈക്ഡ് യു. നിങ്ങൾ ഈ നാട്ടിലുള്ള ഒരു മനുഷ്യനും നിങ്ങളെ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അത്രയേറെ വെറുപ്പിച്ചിരുന്നു നാട്ടുകാരെ കൂടെ. അപ്പോൾ കുടുംബത്തിൽ മാത്രമല്ല നാട്ടുകാർക്കിടയിലും നല്ല ഒരു മതിപ്പില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വില്ലേജേഴ്സും എല്ലാവരും കൂടിയാണ് നിങ്ങളുടെ ഹാർട്ടിൽ ഈ ഒരു സ്റ്റേക്ക്, വുഡൻ സ്റ്റേക്ക് അടിച്ച് താഴ്ത്തിയിട്ടുള്ളത്. ദി ആർ ഡാൻസിങ് ആൻഡ് സ്റ്റാമ്പിങ് ഓൺ യു. അവരൊക്കെ നിങ്ങളുടെ കോർപ്സിൻ്റെ മേലെ, നിങ്ങളുടെ മേലെ കയറി നിന്ന് ഡാൻസ് ചെയ്യുന്നു. ആൻഡ് ദേ ആർ സ്റ്റാമ്പിങ് മീൻസ് എന്താണ്? ചവിട്ടുക അല്ലേ. ദേ ഓൾവേസ് ന്യൂ ഇറ്റ് വാസ് യു. അവർക്ക് എല്ലാവർക്കും അറിയാം ഇറ്റ് വാസ് യു. നിങ്ങളൊരു വാമ്പയറാണ്, നിങ്ങളൊരു രാക്ഷസനാണ്, നിങ്ങളൊരു ബാഡ് മാൻ ആണെന്ന്. ഈവൻ ദ ഹോൾ വില്ലേജ് എല്ലാവർക്കും അറിയാം, ഞങ്ങൾക്ക് മാത്രമല്ല. ഡാഡി യു ബാസ്റ്റേഡ്, ഐ എം ത്രൂ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം അല്ലേ, കൺഫെഷണൽ പോയട്രിയുടെ അല്ലെങ്കിൽ ഒരു കൺഫെഷണൽ പോയറ്റായ സിൽവിയ പ്ലാത്തിൻ്റെ ധൈര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം ഡാഡിയെ ബാസ്റ്റഡ് എന്ന് അഡ്രസ്സ് ചെയ്തിട്ടൊരു കവിത എഴുതിയിരിക്കുകയാണ്. അതും ആ കവിത കാലങ്ങൾക്കിപ്പുറവും നമ്മൾ ലിറ്ററേച്ചർ സ്റ്റുഡൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം ഒരു ലിറ്റററി ഫിഗറായിരുന്നു സിൽവിയ പ്ലാത്ത്, നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇവിടെ ഡാഡിയെ ബാസ്റ്റഡ് എന്നൊക്കെ വിളിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് നോക്കണം, ദറ്റ് വാസ് ദ ഇൻറ്റൻസിറ്റി ഓഫ് ഹർ ആങ്കർ. ഓക്കെ, ആ ആങ്കർ എവിടെ നിന്നുണ്ടായതാണ്? വിത്ത് ദ ലോസ് ഓഫ് ഹർ ഫാദർ, വിത്ത് ഈ ഡിസൊല്യൂഷൻമെൻറ്റ് വിത്ത് ഹർ ഹസ്ബൻഡ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർന്ന് ലൈഫിലുണ്ടായ ഒരു ട്രോമയാണ് അവളെ ഇങ്ങനെ, സ്വന്തം അച്ഛനെ ഇങ്ങനെ വിളിക്കേണ്ട ഒരു അവസ്ഥ ഒരു കുട്ടിക്ക് വരിക എന്ന് പറയുമ്പോൾ ആ ഒരു ട്രൊമാറ്റിക് സിറ്റുവേഷനാണ് ഇവിടെ കാണിക്കുന്നത്.
ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇറ്റ് വാസ് ഹെർ ലവ് ദാറ്റ് ലെഡ് ബോത്ത് ഓഫ് ദിയർ ഡെത്ത് അല്ലേ. സ്വന്തം അച്ഛൻ്റെ മരണത്തിനും അതുപോലെ സിൽവിയ പ്ലാത്തിൻ്റെ മരണത്തിനും ഒക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ഹെർ ലവ്. അച്ഛനോടുള്ള ആ സ്നേഹമാണ്, അവൾക്ക് കിട്ടാതെ പോയ ആ ഒരു സ്നേഹം, ഇതൊക്കെ കൂടിയാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദ പോയം ഡാഡി. ഐ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റുഡ്. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ദ തീംസ് ഓഫ് ദ പോയം. കവിത വളരെയേറെ വിശദീകരിച്ച് പറഞ്ഞതാണ്, അതുകൊണ്ട് തന്നെ ഇനി തീംസും ഓരോന്നും വിശദീകരിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ഫാദർ ഡോട്ടർ റിലേഷൻഷിപ്പ്, ഐഡൻറ്റിറ്റി ആൻഡ് ബിലോങ്ങിങ്, മൊറാലിറ്റി ആൻഡ് ലെഗസി, ട്രോമ ആൻഡ് ഇമോഷണൽ സ്കാർസ്, ഹോളോകോസ്റ്റ്, ഫാഷിസം, നാസിസം, ലവ്, ഡെത്ത് വിഷ്, ഫിയർ, ഹെയ്റ്റ്, ഇലക്ട്ര കോംപ്ലെക്സ്, മെയിൽ ഡൊമിനൻസ് ആൻഡ് പെയിൻ ഓഫ് ലോസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. പോയറ്റിക് ഡിവൈസസ് കൂടെ ഒന്ന് നോക്കാം. അപ്പോസ്ട്രോഫി, അതായത് ഡയറക്റ്റായിട്ട് അഡ്രസ്സ് ചെയ്യാണ് അല്ലേ, ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് തന്നെ കവിതയിൽ ഒരു സ്റ്റാൻസ തുടങ്ങുന്ന തന്നെയുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ അപ്പോസ്ട്രോഫി എന്ന് പറയുന്നത്. ദെൻ ഇമേജറി, ലോട്ട്സ് ഓഫ് ഇമേജറി, വിഷ്വൽ ഇമേജറി അല്ലേ, ഒരുപാട്. പിന്നെ ലുഫാഫയുടെ സൗണ്ട്, അതുപോലെ എൻജിൻ സൗണ്ട്, ചഫിങ് സൗണ്ട് അല്ലേ, അതൊക്കെ നമുക്ക് ഓഡിയോ വിഷ്വൽ ഒക്കെ ഉണ്ട് ഇമേജറി. ദെൻ മെറ്റഫർ, ഇഷ്ടം പോലെ മെറ്റഫേഴ്സ് അല്ലേ, ഡാഡീനെയും അതുപോലെ ടെഡ്യൂക്സിനെയൊക്കെ വാമ്പയറായിട്ടും ഫാഷിസ്റ്റായിട്ടും ഹിറ്റ്ലറായിട്ടും ഒക്കെ കമ്പയർ ചെയ്യുന്നു. ദെൻ എൻജാബ്മെൻറ്റ്, ഒരു സ്റ്റാൻസയിലെ ലാസ്റ്റ് ലൈൻ അവിടെ എൻഡ് ചെയ്യാതെ അതിൻ്റെ കണക്ഷൻ അടുത്ത സ്റ്റാൻസയിലേക്ക് കണക്ട് ചെയ്യുന്ന അല്ലേ, ഞാൻ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്. സെഷൂറ മീൻസ് ഒരു ലൈനിൽ മിഡിൽ ഒരു എൻഡിങ് വരും, ഒരു ചെറിയ പോസ് വരിക. സാധാരണ ഒരു ലൈനിൻ്റെ അവസാനമാണ് സ്വാഭാവികമായിട്ടും ആ വരിയുടെ അർത്ഥം എൻഡ് ചെയ്യുക, പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു വരിയുടെ മിഡിൽ തന്നെ ഒരു പോസ് വരികയാണ്, അതിനെയാണ് സെഷൂറ എന്ന് പറയുന്നത്. ദെൻ അലിറ്ററേഷൻ, അസൊണൻസ്, ഇതൊക്കെ എന്താണെന്ന് നമുക്കറിയാം അല്ലേ, വെറുതെ സമയം കളയുന്നില്ല. റെപ്പറ്റീഷൻ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ട് പല കാര്യങ്ങളും ഡാഡി എന്നുള്ള വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ദെൻ ഐറണി, നമ്മുടെ ടൈറ്റിൽ തന്നെ ഒരു ഐറണിയാണ് അല്ലേ. നമുക്ക് ഡാഡി എന്ന് പറയുമ്പോൾ ചെറിയ കുട്ടികൾക്ക് മക്കളോടുള്ള ഒരു ഇഷ്ടത്തോടെയുള്ള ഒരു വിലയാണ് ഡാഡി, പക്ഷേ ഇവിടെ ആ ഇഷ്ടമല്ല തിരിച്ച് കിട്ടിയിട്ടുള്ളത്, അതിനെക്കുറിച്ചല്ല സംസാരിക്കുന്നത്. ദെൻ പേഴ്സോണിഫിക്കേഷൻ, ഇഷ്ടംപോലെ സ്ഥലത്ത് പേഴ്സോണിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ലൈക്ക് ഫാദർ ടു ട്രെയിൻ അല്ലേ, ട്രെയിനായിട്ട് പേഴ്സോണിഫൈ ചെയ്തിട്ടുണ്ട്, എല്ലാവരെയും കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്ന ടൈപ്പ്. ദെൻ കംസ് സിമിലി ആസ് എ ഫ്രിസ്കോ സീൽ എന്നൊരു വരിയുണ്ട്. ഡാഡിയുടെ കാൽവിരലിനെ ടോനെ ഒരു ഗ്രേ കളറുള്ള ഫ്രിസ്കോ സീൽ പോലെ ആസ് എന്ന് പറയുന്നുണ്ട്, അപ്പോൾ അതൊരു സിമിലിയാണ്. ദെൻ കളർ ഡെപിക്ഷൻ, ദർ ആർ plenty of colors mentioned in the poem, ബ്ലൂ, ഗ്രേ, അതുപോലെ ബ്ലാക്ക്, റെഡ്, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ദെൻ ഓണോമറ്റോപോയ, അതെന്ന് പറയുമ്പോൾ ആ ചൂ അല്ലേ, ആ തുടക്കത്തിലെ ഫസ്റ്റ് സ്റ്റാൻസയിലെ പാർട്ട് 2 നിങ്ങൾക്ക് കേൾക്കാം ആ ചൂ, തുമ്മുന്ന സൗണ്ട്, ഇഷ് എന്നുള്ള സൗണ്ട്. ഓണോമറ്റോപോയ എന്താണെന്ന് നിങ്ങൾക്കറിയാം, ദാറ്റ് ഈസ് ദ പോയറ്റിക് ഡിവൈസ് വിച്ച് ഇമിറ്റേറ്റ്സ് നാച്ചുറൽ സൗണ്ട്സ് ഓഫ് തിങ്സ്, റൈറ്റ്. ചില പോയറ്റിക് ഡിവൈസസും തീംസും ഒക്കെ നിങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കേൾക്കണമെന്നും പോയറ്റിക് ഡിവൈസസ് ഇത് ഏതൊക്കെ വരിയിലാണുള്ളത് എന്നൊക്കെ അറിയാൻ ആഗ്രഹം ഉണ്ടാവും, പക്ഷേ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്താൽ ലെങ്തിയ വീഡിയോ ആയി പോകും. അപ്പോൾ ഇതിൻ്റെയൊക്കെ എക്സ്പ്ലനേഷനോട് കൂടിയുള്ള ഒരു പെർഫെക്റ്റ് ക്ലാസ്, റെഗുലർ സിസ്റ്റമാറ്റിക് ക്ലാസ്സസ് നമുക്ക് നമ്മുടെ ടൈക്ക് ഇംഗ്ലീഷ് അക്കാദമി എന്ന ഞങ്ങളുടെ ഓൺലൈൻ സ്ഥാപനത്തിൽ നടക്കുന്നുണ്ട്. മന്ത്ലി 500 റുപ്പീസാണ് ഫീസ് വരുന്നത്. മാർച്ച് 1 മുതൽ നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. സോ വി ഹാവ് കവേർഡ് ദ പോയം ഡാഡി ബൈ സിൽവിയ പ്ലാത്ത്. ഹൗ വാസ് ദ ക്ലാസ്? നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. HSCയുടെ ഫ്രീ ക്ലാസ്സസ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടണമെങ്കിൽ ബെൽ ബട്ടണിൽ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ബൈ.